നമസ്കാരം. ആരുടെ മുന്നിലും തോൽക്കാൻ മനസ്സില്ലാത്തവർ, പ്രതിസന്ധികളോട് സന്ധിയില്ലാതെ സമരം ചെയ്യുന്നവർ, എന്തു വന്നാലും എല്ലാത്തിനെയും വളരെ പോസിറ്റീവായി കാണാൻ ശ്രമിക്കുന്നവർ, എന്നിട്ടും എന്തേ ജീവിതത്തിൽ പ്രയാസങ്ങൾ മാറുന്നില്ല, ദുഃഖങ്ങൾ ഒഴിയുന്നില്ല, സന്തോഷിക്കാൻ കഴിയുന്നില്ല? അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ സ്വഭാവ സവിശേഷതയെ പറ്റിയും അവരുടെ ജീവിതത്തെ പറ്റിയുമാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെ പഞ്ചഭാവമെന്നോ വളരെ സൗമ്യ സ്വഭാവികളാണെന്നോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അത്യാവശ്യം ഗട്സ് ഉള്ളവരായിട്ടാണ് ഇവരെ കാണാറ്. ഒന്നിലും അത്ര പെട്ടെന്ന് കുലുങ്ങുന്ന ഒരു രീതി ഇവരിൽ കാണാറില്ല. എന്തു വന്നാലും ഒന്ന് നേരിട്ട് നോക്കാം എന്നത് തന്നെയാണ് ഇവരുടെ ലൈൻ. ആരുടെ മുന്നിലും പരാജയം സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തവരാണ്. വീറോടെ നിന്ന് പോരാടുക തന്നെ ചെയ്യും. പരിശ്രമശാലികളാണ്, അധ്വാനികളാണ്. ഒന്നും ചെയ്യാതെ ലേസി ആയിട്ട് വെറുതെ ഇരുന്ന് ജീവിതം കൊണ്ടുപോകുന്നതിനെ പറ്റി ഇവർക്ക് ചിന്തിക്കാനേ കഴിയില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, കർമ്മനിരതരായി ഇരിക്കുക, അതാണ് ഇവർക്ക് ഇഷ്ടം. ആരുടെ മുന്നിലും തല താഴ്ത്തി കൊടുക്കാൻ ഇഷ്ടമില്ലാത്തവരാണ്. താൻ ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാനാണ് ഇവർക്ക് ഇഷ്ടം. അതിൻ്റെ പേരിൽ എന്ത് തന്നെ വന്നാലും ശരി അങ്ങ് സഹിക്കും, അത്ര തന്നെ. വിമർശനങ്ങളെ പോസിറ്റീവായി എടുക്കുന്ന അവസരങ്ങൾ കുറവായിരിക്കും. പലപ്പോഴും വിമർശനങ്ങളോട് ഒരു അസഹിഷ്ണുത ഇവർ പുലർത്താറുണ്ട്. ആര് തന്നെ ആയാലും ശരി, കുറ്റം പറയുന്നത് കേട്ടുകൊണ്ടിരിക്കാനൊന്നും ഇവർക്ക് ആകില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശക്തമായി തന്നെ ആരാണ്, എന്താണ് സാഹചര്യം, അതൊക്കെ മറന്ന് ശക്തമായി തന്നെ പ്രതികരിക്കും. അഭിമാനികളാണ്. അഭിമാനക്ഷതം ഇവർക്കൊരിക്കലും സഹിക്കാൻ സാധിക്കില്ല. ആർക്കും പെട്ടെന്ന് കീഴ്വഴങ്ങി കൊടുക്കുന്ന സ്വഭാവത്തിനുടമകളല്ല ഇവർ. പക്ഷേ ആരോടെങ്കിലും ഇഷ്ടമുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കുന്നവരും ആണ്. മനസ്സുകൊണ്ട് സ്നേഹിക്കാനേ ഇവർക്ക് അറിയാവൂ. ആരെയും സ്നേഹിച്ച് വഞ്ചിക്കാനോ സ്നേഹിച്ച് കബളിപ്പിക്കാനോ കാര്യം നേടാനായിട്ട് സ്നേഹിക്കാനോ ഒന്നും ഇവർക്ക് അറിയില്ല. പക്ഷേ തന്നോട് പലരും അങ്ങനെ സമീപിക്കാറുണ്ട്. അത്തരം പല വിശ്വാസവഞ്ചനകൾ നേരിടാറും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ആരെയെങ്കിലും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തികൾ ഇനി എത്ര ദ്രോഹം ചെയ്താലും ശരി, ആ സ്നേഹത്തിൻ്റെ പേരിൽ ഒരു തവണത്തേക്ക് മാപ്പ് കൊടുക്കാനൊക്കെ സന്നദ്ധരാണ് ഇവർ. സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം പുലർത്തുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലത്തെ സൗഹൃദങ്ങൾ ഇവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകാറുണ്ട്. തന്ത്രശാലികളായ സ്ത്രീകളാണ് ഇവരിൽ അധികവും. എവിടെയും സ്വന്തം കാര്യം നോക്കാൻ, സ്വന്തം തടി സംരക്ഷിക്കാനുള്ള കഴിവൊക്കെ ഇവരിൽ കാണാറുണ്ട്. സാഹചര്യം ആവശ്യപ്പെടുകയാണ് എങ്കിൽ തൻ്റെ വാശിയൊക്കെ മാറ്റിവെച്ച്, തൻ്റെ പിടിവാശികളെയൊക്കെ അവഗണിച്ച് പ്രായോഗികമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ കൈക്കൊള്ളാനും ഒക്കെ ഇവർക്ക് സാധിക്കാറുണ്ട്. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായി തന്നെ സമയബന്ധിതമായി തന്നെ ചെയ്യുക, വാക്ക് പാലിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യനിഷ്ഠ പുലർത്തുന്നവരാണ്. അതിലൊക്കെ നിർബന്ധം ഉള്ളവരാണ്. ഒരു കുത്തഴിഞ്ഞ ജീവിതമൊന്നും ഇവർക്ക് ആലോചിക്കാനേ സാധിക്കില്ല. എല്ലാം വളരെ ചിട്ടയായി സമയബന്ധിതമായി ചെയ്തു പോവുക എന്നുള്ളതാണ് ഇവരുടെ രീതി. അതുകൊണ്ട് തന്നെ ഇവരുടേതായിട്ടുള്ള
പല ശീലങ്ങളും പിടിവാശികളും ഒക്കെയുണ്ട്. അത് മറ്റുള്ളവർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു എന്ന് വരില്ല. ഇവരുടെ അത്തരം ശീലങ്ങളൊക്കെ എല്ലാ കാലത്തും മുറുകെ പിടിക്കാനും ശ്രദ്ധിക്കും. ഏത് കാര്യവും വച്ച് താമസിപ്പിക്കുന്നത് ഇവർക്ക് ഇഷ്ടമേ ആയിരിക്കില്ല. എല്ലാം അതിൻ്റേതായിട്ടുള്ള സമയത്ത് ചെയ്യുക. നല്ല ചിട്ടയോടുകൂടിയുള്ള ജീവിതമാണ് ഇവർ നയിക്കുന്നത്. ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ നിലയുറച്ച് നിൽക്കുന്നവരാണ്. കഴിവതും ആ തീരുമാനം പ്രാവർത്തികമാക്കാനായിട്ട് ഇവർ ശ്രദ്ധിക്കാറുണ്ട്. ആ തീരുമാനം കാരണം എന്ത് നഷ്ടം വന്നാലും ശരി, തൻ്റേതായിട്ടുള്ള ന്യായങ്ങൾ കണ്ടെത്തി സമാധാനിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഏത് കാര്യത്തിലുമുള്ള തൻ്റെ അഭിപ്രായങ്ങൾ മറ്റുള്ളവരെ ഭയക്കാതെ തന്നെ തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ്. അവരെന്ത് വിചാരിക്കും, അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഫീൽ ആകില്ലേ, അങ്ങനെയൊന്നും ഇവർ പലപ്പോഴും ചിന്തിക്കാറേയില്ല. തൻ്റെ നിലപാടുകൾ തുറന്നു പറയും. കുടുംബ സ്നേഹികളാണ്. തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും തനിക്ക് ആകുന്ന പോലെയൊക്കെ സഹായിക്കാനും സംരക്ഷിക്കാനും മനസ്സുള്ളവരാണ്. അങ്ങനെ സഹോദരത്തിനെയോ സ്വജനത്തെയോ ആവശ്യത്തിൽ കൂടുതൽ സഹായിച്ച് ഒടുവിൽ അവരുടെ കണ്ണിലെ കരടായി മാറുന്ന അവസ്ഥകൾ അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച പല സ്ത്രീകളും നേരിടുന്നതായി കാണാറുണ്ട്. അതായത് തൻ്റെ കൂടെ ഉള്ളവരെയൊക്കെ സഹായിക്കുകയും അവസാനം തനിക്ക് ഒരാവശ്യം വരുമ്പോൾ ഒറ്റപ്പെട്ടു പോകുന്ന സ്ഥിതി ഇവർ പലപ്പോഴും നേരിടേണ്ടതായിട്ട് വരാറുണ്ട്. രക്തബന്ധമുള്ളവർ തന്നെ എത്ര വേദനിപ്പിച്ചാലും മനസ്സുകൊണ്ട് അവരെ വെറുക്കാൻ ഇവർക്ക് സാധിക്കില്ല. എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന് ചുരുക്കം. അവിട്ടം തവിട്ടിലും നേടും എന്നൊരു പ്രയോഗം ഉണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്കാണ് അത് കൂടുതലും ആപ്റ്റായി വരുന്നത്. അതായത് എവിടെയും ഇടിച്ചു കയറാനും തൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്താനുമൊക്കെ കഴിവുള്ള സ്ത്രീകൾ ഈ നാളുകളിൽ ധാരാളമായിട്ടുണ്ട്. നല്ല സാമർഥ്യമുള്ളവരാണ്, നല്ല കഴിവുള്ളവരാണ് എന്ന് നമുക്ക് ഇവരെ പറയാം. തൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ പെരുമാറ്റ രീതി കൊണ്ടോ ഒന്നുമല്ലെങ്കിൽ സൗന്ദര്യം കൊണ്ടോ ഒക്കെ മറ്റുള്ളവരെ പെട്ടെന്ന് വശീകരിക്കാൻ, മറ്റുള്ളവരുടെ ഇടയിൽ ആളായി മാറാൻ ഇവർക്ക് സാധിക്കാറുണ്ട്. എല്ലാവരോടും മിണ്ടിയും പറഞ്ഞും വളരെ സോഷ്യലായിട്ടുള്ള ഒരു ജീവിതമാണ് ഇവർക്ക് താല്പര്യം. എന്നാൽ ജീവിതത്തിൽ തിരിച്ചടികൾ വന്നതിന് ശേഷം ഇവർ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതായിട്ടും കാണാറുണ്ട്. പൊതുവിൽ ഒരു സോഷ്യലായി ഇടപെട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവരാണ്. ഈ നക്ഷത്രത്തിൽ ജനിച്ച 60% സ്ത്രീകളും ദാമ്പത്യത്തിൽ അത്ര സന്തുഷ്ടരായിരിക്കണം എന്നില്ല. തനിക്ക് ഒട്ടും യോജിക്കാത്ത ജീവിത പങ്കാളിയെ ലഭിക്കുക, ഭർത്താവുമായി നിരന്തരം അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളും നേരിടുക, ഭർത്താവിൻ്റെ ദുർസ്വഭാവമോ പ്രത്യേക സ്വഭാവ രീതികളോ കാരണമുള്ള പ്രയാസങ്ങൾ, ഭർത്താവിൻ്റെ രോഗമോ സാമ്പത്തിക തൊഴിൽ പരാജയങ്ങളോ കാരണമുള്ള ബുദ്ധിമുട്ടുകൾ എന്നീ അവസ്ഥകൾ ഈ നക്ഷത്രത്തിൽ ജനിച്ച പല സ്ത്രീകളും അനുഭവിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ ഒരു സുഖക്കുറവ് ഈ നക്ഷത്രത്തിൽ ജനിച്ച പല സ്ത്രീകളിലും കാണാറുണ്ട് എന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ഇടയിൽ വിവാഹമോചനങ്ങളും അകന്നു കഴിയുന്ന അവസ്ഥകളും ഒക്കെ അനവധിയായിട്ട് കാണാറും ഉണ്ട്. ഭർത്താവിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടാലും കുടുംബത്തെ കരുതി അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്ന സ്ത്രീകളും ധാരാളമായി അവിട്ടം നക്ഷത്രത്തിൽ ഉണ്ട്. എത്ര തന്നെ തൃപ്തിക്കുറവ് ദാമ്പത്യത്തിൽ ഉണ്ടായാലും ശരി, പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഇവർ ശ്രമിക്കാറുണ്ട്. തീർത്തും പറ്റിയില്ലെങ്കിൽ മാത്രമേ ഒരു വിവാഹ മോചനത്തിലേക്കൊക്കെ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പോകാറുള്ളൂ. പൊടുന്നനെ ഇവർ ആ ഡിസിഷനിൽ എത്താറില്ല എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചത്. സന്താനങ്ങളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുന്നവരാണ്.
അവർക്ക് വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറായിരിക്കും. സന്താനത്തിൻ്റെ ഭാവിയെ കരുതി തൻ്റെ ഇഷ്ടങ്ങൾ പലതും സാക്രിഫൈസ് ചെയ്യുന്നവരും ആണ്. എന്നാൽ സന്താനത്തെ കരുതിയുള്ള പല വിധേനയുള്ള ആകുലതകളും താൻ പ്രതീക്ഷിക്കുന്ന ആ ഒരു സ്നേഹം അവരിൽ നിന്ന് ലഭിക്കാത്തത് കാരണമുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ പലരും നേരിടാറുണ്ട്. ജാതകത്തിൽ നല്ല വിദ്യായോഗങ്ങൾ ഒക്കെ ഉണ്ട് എങ്കിൽ പഠിച്ച് ജോലിയൊക്കെ സമ്പാദിക്കാൻ ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സാധിക്കാറുണ്ട്. തൊഴിലുള്ള സ്ത്രീകളെയാണ് അവിട്ടം നക്ഷത്രത്തിൽ അധികവും കാണാറ്. തൊഴിൽ രംഗത്ത് നല്ലതുപോലെ ശോഭിക്കാൻ സാധിക്കുന്നവരാണ്. താൻ ചെയ്യുന്ന തൊഴിലിനോട് 100% ആത്മാർത്ഥത പുലർത്തും. തൊഴിലിൽ കള്ളത്തിനോ കപടതയ്ക്കോ ഒന്നും കൂട്ടുനിൽക്കാത്തവരും ആണ്. ആയതിനാൽ അവിടെയും ശത്രുക്കളും തന്നോട് അസഹിഷ്ണുത പുലർത്തുന്നവരും തന്നോട് താല്പര്യമില്ലാത്തവരുമൊക്കെ ഉണ്ടാകാറുണ്ട്. ഇനി അക്കാദമികപരമായിട്ടുള്ള മികവ് പുലർത്താത്ത അവിട്ടം സ്ത്രീകളും പൊതുകാര്യങ്ങളിലൊക്കെ അറിവ് നേടി പ്രായോഗികമായിട്ട് തീരുമാനങ്ങളൊക്കെ കൈക്കൊണ്ട് സമൂഹത്തിൽ ശ്രദ്ധയാർജിക്കാറുണ്ട്. പഠിച്ചവരേക്കാൾ സാമർഥ്യം പുലർത്തുന്നവരായിട്ടും അവിട്ടം സ്ത്രീകളെ കാണാറുണ്ട്. ജാതകം നല്ലതാണ് എങ്കിൽ, ജാതകത്തിലെ ഗ്രഹസ്ഥിതികളൊക്കെ അനുകൂലമാണ് എങ്കിൽ ഒരു 40 വയസ്സിനകം തന്നെ ജോലി, സമ്പത്ത്, വിവാഹം, വീട്, ഭൂമി തുടങ്ങി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സ്വന്തമാക്കാൻ അവിട്ടം സ്ത്രീകൾക്ക് സാധിക്കാറുണ്ട്. 40-ന് ശേഷം തൊഴിൽ, സാമ്പത്തിക, കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങി പല വിധേനയുള്ള പ്രയാസങ്ങളും ഇവർ പല കാലത്തായി, 40 വയസ്സിന് ശേഷമുള്ള പല കാലത്തായി നേരിടുന്നതായിട്ട് കാണാറുണ്ട്. കഷ്ടനഷ്ടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളുമൊക്കെ കൂടുതലും 40 വയസ്സിന് ശേഷമാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാറുള്ളത്. എന്നാൽ അവിടെയും തീർത്തും പരാജയപ്പെട്ടു പോകില്ല. പരാജയങ്ങളിൽ നിന്ന് പിടിച്ചു കയറി വരിക എന്നുള്ളതാണ് ഇവരുടെ ശീലം. അവിടെയും ആ ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ച ജീവിതം മുന്നോട്ട് പോകാൻ ഇവർക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. നന്ദി.